ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യമേ കടന്നു വരുന്നത് ആ തളർവാദ രോഗിയെ വഹിച്ചുകൊണ്ടുവന്ന ആ 4 പേരുടെ വിശ്വാസത്തെ കുറിച്ചാണ്. മുമ്പിൽ ഒരു ജനക്കൂട്ടം തടസ്സമായിരുന്നു. അവർ വഹിച്ചുകൊണ്ടുവന്ന ആ തളർവാദ രോഗിയുടെ ഭാരമുണ്ടായിരുന്നു. ആ ഒരു അസാധാരണമായ പ്രവൃത്തി അവർ ചെയ്തപ്പോൾ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കാം. എന്നിരുന്നാലും ആ ദൃഢമായ വിശ്വാസത്തോടെ അവരുടെ അദൃഢമായ വിശ്വാസം അവരെ ആ അസാധാരണമായ ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. മേൽക്കൂരയിൽ കയറി മേൽക്കൂര മാറ്റി ആ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കിലേക്ക് ഇറക്കുകയാണ്. ഈശോയ്ക്ക് സൗഖ്യം നൽകാൻ കഴിയും, ഈശോയ്ക്ക് മാത്രമേ സൗഖ്യം നൽകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുകയാണ് ആ 4 പേർ. സ്നേഹമുള്ളവരെ, ഈ 4 പേരുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മുടെ ജീവിതങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലെ തടസ്സങ്ങൾ ഒരു ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ആ തടസ്സങ്ങളെ എടുത്തു കളയും. ഇവരുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നതും ഇതാണ്. ഇവരുടെ വിശ്വാസം കണ്ട് ഈശോയുടെ ആ തളർവാദ രോഗിയോടുള്ള ആദ്യത്തെ പ്രതികരണം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ആ മനുഷ്യനെ കണ്ട് ആ മനുഷ്യന്റെ അത്യാവശ്യം മനസ്സിലാക്കി ശാരീരികമായ സൗഖ്യം മാത്രമല്ല ആത്മീയമായ സൗഖ്യം കൂടി ആ മനുഷ്യന് ലഭിക്കണമെന്ന് മനസ്സിലാക്കി ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആത്മീയമായ സൗഖ്യം അത്യാവശ്യമാണ്. ആത്മീയമായ സൗഖ്യം എന്നാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഒരവസ്ഥ. സ്നേഹമുള്ളവരെ, ഈ ആത്മീയമായ സൗഖ്യം നൽകിയതിന് ശേഷം ഈശോ ആ തളർവാദ രോഗിയോട് പറയുകയാണ്, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. അവൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധനമായിരുന്ന ആ കിടക്ക പിന്നീട് അവൻ്റെ വിശ്വാസത്തിൻ്റെ, അവൻ്റെ സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ 4 പേരെ പോലെ, ഈ തളർവാദ രോഗിയെ വഹിച്ച 4 പേരെ പോലെ ഒരു ദൃഢമായൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കാക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.